ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. നമ്മൾ ഫാസ്റ്റിങ്ങിന്റെ വിവിധ ഭാവങ്ങളെ കുറിച്ച് പറഞ്ഞു വരികയാണ്. ഉപവാസം. അപ്പോൾ നമ്മളതിന്റെ ചരിത്രപരമായ കാര്യങ്ങൾ, അതുപോലെ തന്നെ നാച്ചുറൽ ഹൈജീൻ കാണുന്നത് എങ്ങനെയാണ്, അതുപോലെ ബയോളജിക്കൽ ബേസിസ് എന്താണെന്നുള്ളതൊക്കെ നമ്മൾ നോക്കി. ഇപ്പൊ ഇതില് നമ്മൾ ഇന്ന് നോക്കുന്നത് ഫാസ്റ്റിങ്ങിന്റെ വിവിധ സ്റ്റേജസിനെ കുറിച്ചാണ്. സ്ഥലപരിമിതി മൂലം കുറച്ച് കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ, എങ്കിലും നമുക്ക് അതിലൂടെ അത് കടന്നു പോകാം. അതിനെക്കുറിച്ച് പറയുന്നത് ഇവിടെ എങ്ങനെയാണ്. സ്റ്റേജസ് ഓഫ് ഫാസ്റ്റിംഗ്. ബോഡി ഷിഫ്റ്റ് ഫ്രം ഗ്ലൈക്കോജൻ ടു ഫാറ്റ്, ക്ലീൻസ് ആൻഡ് റിപ്പയർസ്. ചുരുങ്ങിയ വാതികായി രോഗശാന്തിക്കായുള്ള ഉപവാസത്തിന്റെ വിവിധ ഘട്ടങ്ങൾ. ഈ ചികിത്സാർത്ഥമുള്ള ഉപവാസ ഘട്ടങ്ങളെ കുറിച്ചാണ് ഈ പറയുന്നത്. ചികിത്സാപരമായ ഉപവാസം സാധാരണയായി തിരിച്ചറിയാൻ കഴിയുന്ന ചില ഘട്ടങ്ങളിലൂടെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിലും ഫലങ്ങൾ ഓരോരുത്തരും ശരീര സവിശേഷതയ്ക്കനുസരിച്ച് വ്യത്യസ്തമായിരിക്കും. 6 മുതൽ 24 വരെ മണിക്കൂർ നീളുന്ന ആദ്യഘട്ടത്തിൽ ഗ്ലൈക്കോജൻ ശേഖരം കുറയുകയും വിശപ്പ് കൂടുകയും പിന്നീട് ശമിക്കുകയും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സ്ഥിരപ്പെടുകയും നേരിയ ക്ഷീണം അനുഭവപ്പെടുകയും ചെയ്യുന്നു. 1 മുതൽ 3 ദിവസം വരെ നീളുന്ന രണ്ടാം ഘട്ടത്തിൽ ശരീരം കൊഴുപ്പിൽ നിന്നുള്ള ഊർജത്തിലേക്ക് മാറുകയും കീറ്റോൺ ഉൽപാദനം വർദ്ധിപ്പിക്കുകയും മാനസിക വ്യക്തത മെച്ചപ്പെടുകയും ചെയ്യുന്നു. 3 മുതൽ 7 ദിവസം വരെ നീളുന്ന മൂന്നാം ഘട്ടത്തിൽ ആഴത്തിലുള്ള കോശശുദ്ധീകരണം, വർദ്ധിച്ച ഓട്ടോഫാഗി, വീക്കം കുറയൽ, കൂടുതൽ വ്യക്തമായ ഇന്ദ്രിയാനുഭവം എന്നിവ അനുഭവമാകും. ഏകദേശം 5 മുതൽ 7 വരെ നീളുന്ന ദിവസങ്ങൾക്ക് ശേഷം ശരീരം കേടുപാടുകൾ തീർക്കുന്നതിന് മുൻഗണന നൽകുന്നു. അത്യാവശ്യമല്ലാത്ത കോശങ്ങളെ ആദ്യം ഇല്ലാതാക്കുകയും വിട്ടുമാറുന്ന പല ലക്ഷണങ്ങളും മാറാൻ തുടങ്ങുകയും ചെയ്യുന്നു. 7 മുതൽ 14 ദിവസം വരെ നീളുന്ന ഉപവാസത്തെ നാച്ചുറൽ ഹൈജീൻ സമ്പൂർണ്ണ ആന്തരിക ശുദ്ധീകരണമായി വിവരിക്കുന്നു. അപ്പൊ ഇത് ചികിത്സാർത്ഥം നടത്തുന്ന അല്ലെങ്കിൽ ശമനത്തിന് വേണ്ടി നടത്തുന്ന ഉപവാസത്തിന്റെ ഘട്ടങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഈ നമുക്ക് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യാം ഇന്നതാണ് ഉണ്ടാവുക എന്നുള്ളത്. പക്ഷെ അത് ഓരോ വ്യക്തിക്ക് അനുസരിച്ചും ഈ ദിവസങ്ങളിലും സമയത്തിലൊക്കെ വ്യത്യാസം വരും. ഇപ്പോ ഫാസ്റ്റിങ്ങിലേക്ക് കയറുന്ന സമയത്ത് ഒരു വ്യക്തിയിൽ എന്താ ഉണ്ടാവുക? സാധാരണ രീതിയിൽ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ സ്ഥിരം ഭക്ഷണം കഴിച്ചു പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു 3 മണിക്കൂർ 4 മണിക്കൂറൊക്കെ ഒന്നും കഴിക്കാതെ നിന്നിട്ടുണ്ടെങ്കിൽ പതുക്കെ തലവേദനിക്കാൻ തുടങ്ങും, തളർച്ച തോന്നും. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടായി വരികയാണ് സാധാരണ രീതിയിൽ ചെയ്യുക. പക്ഷെ ഇപ്പൊ ഫ്രൂട്ടോറൻ ഡയറ്റിലൂടെ പോകുന്നവര്, ഈ ടോക്സിക് അല്ലാത്ത ഭക്ഷണം കഴിക്കുന്നവര്, സ്റ്റിമുലൻസ് എല്ലാം ഒഴിവാക്കുന്നവര്, അങ്ങനെയുള്ളവരാണെങ്കിൽ ഒരു 10-24 മണിക്കൂർ പോയാലും ചെറിയ ക്ഷീണം തോന്നുമെങ്കിലും ഈ തലവേദന ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അത് വ്യക്തിയുടെ ശരീരത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. അപ്പോ 6 മുതൽ 24 വരെ മണിക്കൂർ നീളുന്ന ആദ്യഘട്ടത്തിൽ ഉണ്ടാവുന്നത് എന്താണെന്ന് വെച്ചാല് നമ്മുടെ ശരീരത്തിന്റെ ഗ്ലൂക്കോസിന്റെ ലെവല്, ഗ്ലൈക്കോജൻ ശേഖരം കുറയും. അപ്പോൾ ഗ്ലൂക്കോസിന്റെ സപ്ലൈ കുറയും, വിശപ്പ് കൂടുന്നതായിട്ടും തോന്നും. തുടക്കത്തിൽ എനിക്ക് ഒന്നും കഴിക്കാൻ പറ്റിയില്ല എന്നുള്ള തോന്നലാണ് ഇതിന്റെ ഒരു പ്രധാന പ്രശ്നം എന്നുള്ളത് കൂടെ മനസ്സിലാക്കണം. ആ തോന്നലിനെ മറികടക്കുമ്പോൾ, ആ തോന്നൽ വിശക്കുന്നു എന്ന് തോന്നലുണ്ടായി, ആ തോന്നലിനെ മറികടക്കാൻ ചിലപ്പോൾ നമ്മൾ ആ സമയത്ത് അല്പം വെള്ളം കുടിക്കുകയല്ലാണ് ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പൊ കിട്ടില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തും. അങ്ങനെ വരുമ്പോൾ ഈ കേറിയ വിശപ്പ് ശമിക്കുന്നതാണ്. കാരണം വിശപ്പായിട്ട് നമ്മൾ ഫീൽ ചെയ്ത് ഫാൾസക്കറാണ്. അതുണ്ടാകുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ആ സമയത്ത് നമ്മുടെ സർക്കാരിയൻ രഥം അനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ ബയോക്ലോക്ക് അനുസരിച്ച് നമ്മുടെ ശരീരം ജനറേറ്റ് ചെയ്യുന്ന ആ സമയത്ത് ചില എൻസൈമുകളൊക്കെയാണ്. അത് നമുക്ക് അങ്ങനെ ഒരു ഫീൽ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അത് എൻഡോക്രൈൻ സിസ്റ്റം നമ്മളിൽ ഉണ്ടാക്കുന്ന ഒരു ഹാലൂസിനേഷനാണ്. അപ്പോ അത് ഒരു 24 മണിക്കൂർ വരെ പോകുന്ന സമയത്ത് ഈ ഗ്ലൂക്കോസിന്റെ സപ്ലൈ കുറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എനർജിയിൽ ഒരു കുറവ് വരും, തളർച്ച തോന്നും. അപ്പൊ ഇതാണ് ആദ്യം ഉണ്ടാവുക. പിന്നെ പഞ്ചസാരയുടെ അളവ് ശരീരത്തിൽ ഇങ്ങനെ പതുക്കെ സ്ഥിരപ്പെടാൻ തുടങ്ങും. എന്ന് വെച്ചാൽ ക്ഷീണം ഉണ്ടാവും, പക്ഷെ തളർന്ന് ഡാം ഡൗൺ ചെയ്യില്ല. അങ്ങനെ മൊത്തത്തിൽ നിന്നു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ല. ക്ഷീണം ഇങ്ങനെ ഒരു ആലസ്യത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും ഉണ്ടാവുക.
ഇത് ഒരു ദിവസത്തേക്ക് ആണ് ഇതുണ്ടാവുക. അത് കഴിഞ്ഞ് പിന്നെയും അങ്ങോട്ടേക്ക് നീളുന്ന സമയത്ത് പതുക്കെ രണ്ടാം ഘട്ടത്തില് ഈ കൊഴുപ്പിൽ നിന്നുള്ള ഊർജത്തിലേക്ക് മാറും. ഈ പഞ്ചസാരയിൽ നിന്ന് ഊർജം കിട്ടില്ല എന്നുള്ള മനസ്സിലായി. കൊഴുപ്പിൽ നിന്നും ഊർജം സംഭരിക്കുന്ന രീതിയിലേക്ക് മാറും. ലിവർ പതുക്കെ കീറ്റോൺ ഉൽപാദനത്തിലേക്ക് കടക്കും. അങ്ങനെ വരുന്ന സമയത്ത് ശരീരത്തിൽ ലിവറിന്റെ ഫങ്ഷൻ സ്വിച്ച് ചെയ്യുന്നതോടുകൂടി നമുക്ക് വേറൊരു കാര്യം മനസ്സിലാകാൻ തുടങ്ങും. നമുക്ക് പതുക്കെ പതുക്കെ വോമിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടും. ആദ്യം ആ ടയർഡ്നെസ് ആണ് ഉണ്ടാവുക. ഒരു 3 ദിവസമൊക്കെ ആകുമ്പോഴേക്കും പതുക്കെ ശരീരം വോമിറ്റ് ചെയ്യുന്ന ഒരു സൂചന തരും. ആ വൊമിറ്റ് ചെയ്യുന്ന സൂചന തന്നു കഴിയുമ്പോൾ നമുക്ക് ഈ ഉള്ളിൽ കിടക്കുന്ന, അതായത് ദഹന വ്യൂഹത്തിലെ ചെറുകുടൽ വരെ കിടക്കുന്ന, ആമാശയം വരെ കിടക്കുന്ന, ആമാശയത്തിന്റെ അകത്ത് സ്റ്റോറായി കിടക്കുന്ന പല സാധനങ്ങളെയും എടുത്ത് അവിടെ നിന്ന് റിമൂവ് ചെയ്ത് അപ്പുറത്തേക്ക് പോകാതിരിക്കാൻ പാകത്തിൽ ശരീരത്തിന്റെ ഒരു റീ ഇൻസ്റ്റേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണിത്. അത് മാത്രമല്ല, ഈ ലിവർ ഇങ്ങനെ ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കും, ശരീരത്തിന് ഇതിനെ ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കും. പിത്തരസം ശരീരത്തിൽ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. പിത്തരസം കൂടുകയല്ല, പിത്തരസം അമിതമായി ഉൽപ്പാദിപ്പിക്കപ്പെട്ടതിനെയൊക്കെ തള്ളാനായിട്ടുള്ള ശരീരശ്രമം നടത്തിക്കൊണ്ടിരിക്കും. ഈ സമയത്ത് ആ ലിവറിന്റെ ഫംഗ്ഷനിൽ ഉണ്ടാവുന്ന വ്യത്യാസം കൊണ്ട് തന്നെ നമുക്ക് ഈ ഭക്ഷണം കഴിച്ചു കൂട്ടുമ്പോൾ ഉണ്ടാവുന്ന ഒരു മെന്റൽ സ്റ്റേറ്റ് ആയിരിക്കില്ല ഉണ്ടാവുക. മെന്റൽ ക്ലാരിറ്റി കൂടുതലുണ്ടായി വരും. നമുക്ക് കാര്യങ്ങളെ കുറച്ചുകൂടി വ്യക്തമായിട്ട് ബോധ്യപ്പെടുന്നതായിട്ട് നമുക്ക് ശരിക്കും സെൻസ് ചെയ്യാൻ പറ്റും. ഇതൊരു 3 ദിവസം കഴിഞ്ഞ് പതുക്കെ 6-7 ദിവസമൊക്കെ ആകുമ്പോഴേക്കും ഈ ശുചീകരണം എന്നുള്ളത് ഈ ഇൻഡസ്റ്റൈൻ അല്ലെങ്കിൽ എന്താ പറയാ, ഈ സ്റ്റൊമക്കിനെയൊക്കെ ശുചീകരിക്കുന്ന ഒരു അവസ്ഥ കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റേജിലേക്ക് പോയിട്ട് പതുക്കെ കുടലിനെ ശുചീകരിക്കാൻ തുടങ്ങും. ഈ കുടലിനെ ശുചീകരണം നടക്കുന്ന സമയത്ത് വയറിളക്കം പോലുള്ള കാര്യങ്ങൾ ഉണ്ടാവും. ഛർദി കുറച്ചുണ്ടാവും, വയറിളക്കം നല്ലപോലെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ വയറിളക്കം ഉണ്ടാകുന്ന സമയത്ത് തന്നെ ആ വിസർജനം അവിടെ നടക്കുന്ന സമയത്ത് കോശത്തിന്റെ ശുചീകരണം നടക്കും. ഈ സമയത്ത് നമ്മൾ സാധാരണ രീതിയിൽ നല്ല രീതിയിൽ വിയർത്ത് ഒഴുകും എന്നുള്ള അർത്ഥത്തിലല്ല, വിയർപ്പിലൂടെ നമ്മുടെ ശരീരത്തിനകത്ത് കിടക്കുന്ന മാലിന്യങ്ങൾ വെളിയിലേക്ക് വരുന്നത് നമുക്ക് കാണാനാവും. അത് അതിന്റെ സ്മെല്ല് ഭയങ്കരമായിരിക്കും. അതിന് അങ്ങനെ സ്മെല്ല് വരുമ്പോൾ മറ്റൊരു അർത്ഥം കൂടെ ഉണ്ട് അതിന്. അത് ഓട്ടോഫാഗി നല്ലപോലെ വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ്. പക്ഷെ ഇതിപ്പോ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഫുഡൊക്കെ കഴിച്ചിട്ടുള്ളവർക്ക് ഇതൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ദിവസങ്ങൾ പോകണം. ഈ 7 എന്നുള്ളത് 10-12 ദിവസം വരെയൊക്കെ നീളേണ്ടി വരും. അപ്പോ ഈ സമയത്ത് വേറൊരു അവസ്ഥ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നത് എന്ന് വെച്ചാൽ, ശരീരത്തിൽ എവിടെങ്കിലും വീക്കം ഉണ്ടെന്നിരിക്കട്ടെ, ആ വീക്കം എന്നുള്ളത് 2 രീതി സംഭവിക്കാം. വീക്കം എന്നുള്ളത് വെളിയിൽ നിന്നും അവിടെ ഇൻഫ്ലമേറ്റഡ് ലിംഫിന്റെ ഒക്കെ ആ ഒരു സപ്ലൈ ഉണ്ടല്ലോ, ആ സപ്ലൈ ഒക്കെ കുറഞ്ഞിട്ട് വെളിയിൽ നിന്നും അതിലേക്കുള്ള സപ്ലൈ കുറഞ്ഞിട്ട് അവിടെയുള്ള ബ്ലഡ് സെൽസിനെ എല്ലാം കൂട്ടി ആ വീക്കം വലുതാക്കിയിട്ട് അതിനെ പൊട്ടിച്ച് മൊത്തത്തിൽ വെളിയിലേക്ക് കളയുന്ന ഒരു പ്രോസസ്സ് വരാം. ഇതെല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ ഉള്ളിലേക്ക് മുഴുവനായിട്ടും വലിച്ചെടുത്തിട്ട് ഈ സിസ്റ്റത്തിലൂടെ കടത്തിവിട്ട് അത് വയറിൽ എത്തിച്ചിട്ട് വയറിളക്കം പോലെയോ അല്ലെങ്കിൽ ഛർദിയുടെ രൂപത്തിലോ വെളിയിലേക്ക് പോകുന്നു. മൂത്രത്തിലൂടെയൊക്കെ വെളിയിലേക്ക് പോകുന്നത് കാണാനാവും. മൂത്രത്തിന്റെ നിറ വ്യത്യാസം ഉണ്ടാവും, മലത്തിന് ഭയങ്കരമായിട്ട് നിറ വ്യത്യാസവും ദുർഗന്ധം ഉണ്ടാവും, ശ്വാസത്തിന് ദുർഗന്ധം ഉണ്ടാവും. ഈ രീതിയിലെല്ലാം വെളിയിലേക്ക് പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോ നമ്മുടെ ഇന്ദ്രിയാനുഭവം എന്നുള്ളത് വളരെ നല്ല പോലെ കൂടും. കാഴ്ച കൂടുന്നതായിട്ട് അറിയും, ചെവി കൂടുതൽ കേൾക്കുന്നതായിട്ട്, നമുക്ക് കൂടുതൽ നമ്മൾ ഇതുവരെ കേൾക്കാത്ത ചില ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നതായിട്ട്, തലയ്ക്കടി കിട്ടുമ്പോൾ കേൾക്കുന്ന ആ ഒരവസ്ഥയല്ല, ഇത് കുറച്ചുകൂടെ ക്ലാരിറ്റിയോടുകൂടി കേൾക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. ഇത് വ്യക്തിയുടെ അനുഭവത്തിന് അനുസരിച്ചാണ്, വ്യക്തിയുടെ ശരീരത്തിനനുസരിച്ചാണ് കേട്ടോ. ഇത് സാധാരണ ഒരു പ്രതിദിനം അനുഷ്ഠിക്കുന്ന ഒരാളാന്ന് വെച്ചാൽ 5 മുതൽ 7 വരെ ദിവസമൊക്കെ കഴിയുമ്പോഴേക്കും ശരീരം പ്രധാനമായിട്ടും ശ്രദ്ധിക്കുന്ന ഈ വിസർജനം എന്നുള്ള പരിപാടിക്ക് പകരം ശരീരത്തിന്റെ കേടുപാടുകൾ തീർക്കുന്ന ഒരു പ്രോസസ്സിലേക്ക് പോകും. ആ സമയത്ത് നമുക്ക് നല്ല ക്ഷീണം അനുഭവപ്പെടും. എന്നുവെച്ചാൽ ശരീരത്തിന് ആക്ടിവിറ്റി അങ്ങ് കുറയ്ക്കും. നല്ല ക്ഷീണം അനുഭവപ്പെട്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ബെഡ് റെസ്റ്റ് എടുക്കാൻ തോന്നും. ബെഡ് റെസ്റ്റ് എടുക്കാൻ തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ തല പൊക്കാൻ തോന്നും. ഇപ്പൊ പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളാകെ ശരീര അസ്വസ്ഥത പിടിച്ചിട്ടല്ലേ തല പൊക്കാൻ പറ്റാതെ കിടക്കുക. ഇത് അങ്ങനെയല്ല. ഒരുമാതിരി
ഈ ചത്ത ഉറക്കം എന്നൊക്കെ പറയില്ലേ, അതുപോലെ നമ്മൾ വല്ലാതെ കിടന്നങ്ങ് ഉറങ്ങും. ശരീരത്തിനൊന്നും ഒന്നിനോടും താല്പര്യം ഉണ്ടാവില്ല, വേദന ഉണ്ടാവില്ല. ഈ 3 ദിവസം കഴിയുമ്പോഴേക്കും വേദന എന്തുണ്ടെങ്കിലൊക്കെ പോകും. അത് ഇൻഫ്ലമേഷൻ കുറയുന്ന സമയത്തോട്ട് വേദനയൊക്കെ പോകും. അതുപോലെ തന്നെ ഒരു വേദന ഉണ്ടാവില്ല, ഒന്നിനോടും താല്പര്യം ഉണ്ടാവില്ല. നമുക്ക് ഈ മറ്റേ ഈ തലയ്ക്കടി കിട്ടുമ്പോൾ നമുക്ക് തോന്നുന്ന പോലെയാണല്ലോ പനി വരുന്ന സമയത്ത് തോന്നുന്നത്. ശംഖചക്രം, നക്ഷത്രം എന്നൊക്കെ പറയുന്ന പല കാര്യങ്ങളൊക്കെ തലയിൽ വരില്ല, പലതരം ആൽഗരിതങ്ങൾ കഴിഞ്ഞു പോകുന്നു. ഈ വക കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഒന്നുമില്ലാതെ പൂർണ്ണമായിട്ടും തളർന്നു കിടക്കുന്ന ഒരവസ്ഥ, നമ്മളിങ്ങനെ ഒന്നും അറിയാതെ കിടക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും. ആ ഒന്നും അറിയാത്തൊരവസ്ഥ എന്ന് പറയുന്നത് സ്വപ്നത്തിൽ നിന്നും സുഷുപ്തിയിലേക്ക് ശരീരം പൂർണ്ണമായി പോയി എന്നുള്ളതാണ്. ഉപബോധത്തിന്റെ പിടിയിൽ നിന്ന് പോയിട്ട് അത് ശിക്ഷിതാവബോധത്തിന്റെ ഒരു തലത്തിലേക്ക് ചെന്ന് അവിടെ മിണ്ടാതെ ശരീരം റെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അവിടെ ശരീരം ഓട്ടോഫാഗി വഴി കൃത്യമായിട്ട് അതിന്റെ ഈ റീഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളത്. അപ്പോ അവിടെ ആദ്യം ചെയ്യുന്ന വെച്ചാൽ ഈ അത്യാവശ്യമല്ലാത്ത കോശങ്ങൾ ഉണ്ടല്ലോ ശരീരത്തിന് നിർമ്മിതിയുടെ ഭാഗമായിട്ട്, ആ സ്ട്രക്ചറിന്റെ ഭാഗമായിട്ടല്ലാത്ത കോശങ്ങളെ അത് അഴിച്ചു കളയും. പിന്നെ ഈ അഴിച്ചു കളയുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഇതുവരെ മാറില്ല എന്നൊക്കെ നമുക്ക് തോന്നിയ പല കാര്യങ്ങൾ, ചില മുറിവുകൾ, ചില കറുത്ത സ്പോട്ടുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ശരീരത്തിൽ നിന്നും റിമൂവ് ചെയ്ത് പോകുന്നത് നമുക്ക് കാണാൻ കഴിയും, വ്യക്തമായിട്ട് കാണാൻ കഴിയും. ഇതുവരെ പോവില്ല, ഞാൻ എന്ത് ചെയ്യാനാണെന്ന് കരുതി നമ്മൾ ഒരുപാട് ചികിത്സ ചെയ്തിട്ട് പോകാത്ത പല കാര്യങ്ങളും അപ്രത്യക്ഷമാവുകയും ചെയ്യും. ഇത് പ്രകൃതി ജീവനം അനുഷ്ഠിക്കുന്ന ഒരാളുടെ കാര്യത്തിലാണ് ഞാൻ പറഞ്ഞത്. അതല്ല, കോമൺ വാക്കിൽ നിന്നും വരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ 7 ദിവസം അല്ലെങ്കിൽ 7, 8, 10 ദിവസങ്ങൾ കൊണ്ടൊന്നും ഇത് പോവില്ല. അത് 10, 15 ഒക്കെ ദിവസങ്ങളായിട്ട് അങ്ങോട്ടേക്ക് നീളും. അത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ ഒരു സാധാരണ രീതിയിൽ, ശരാശരി രീതിയിൽ ഒരു 7 മുതൽ 14 ദിവസം വരെ നീളുന്ന ഉപവാസത്തെയാണ് നാച്ചുറൽ ഹൈജീൻ സമ്പൂർണ്ണ ആന്തരിക ശുദ്ധീകരണത്തിനായിട്ട് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് നാച്ചുറൽ ഹൈജീന്റെ ഒരു നില. പ്രാക്ടിക്കലി അത് ചിലപ്പോൾ കുറച്ചുകൂടെ അങ്ങ് നീളും എന്നുള്ളതാണ് മനസ്സിലായിട്ടുള്ളത്. ഇപ്പോ ചില മാറാരോഗങ്ങൾ എന്നുള്ള രീതിയിൽ ഉള്ള ചില കാര്യങ്ങളെല്ലാം തന്നെ 14 ദിവസത്തിന് ശേഷമായിരിക്കും ശരീരം അതിനോട് പ്രതികരിച്ചു തുടങ്ങുക. അതുവരെ അതൊക്കെ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇപ്പോ ക്യാൻസർ പോലുള്ള കാര്യങ്ങൾ, ബ്രസ്റ്റ് ക്യാൻസർ പോലുള്ള കാര്യങ്ങളൊക്കെ 14, 16 ദിവസം വരെ ഒരനക്കം ഉണ്ടാവില്ല, പെയിൻ ഉണ്ടാവില്ല. പക്ഷെ ഇതെല്ലാം ആ സെല്ലിങ് മാലിഗ്നൻസി ഒക്കെ അവിടെ തന്നെ നിൽക്കും. ഇതിനിടയിൽ 13, 14 ദിവസങ്ങളൊക്കെ കഴിയുമ്പോഴേക്കും ഈ സംഭവം പതുക്കെ സൈസ് കുറഞ്ഞിങ്ങനെ പോകും. 18, 20 ദിവസമൊക്കെ ആകുമ്പോൾ വയറ്റിന്ന് പോകുന്നത് കണ്ടിട്ടുണ്ട്. ഇത് കുരുപൊട്ടി പോകുന്ന ഒരു രീതിയുമുണ്ട്. കുരു വന്ന് വീക്കം വന്ന് പൊട്ടി ചെലവെല്ലായിട്ട് വെളിയിലേക്ക് പോകുന്ന രീതി വേറെ ഉണ്ട്. അതല്ലാതെ വളരെ സ്മൂത്ത് ആയിട്ട് പോകുന്നത്, മര്യാദക്കുള്ള ജീവിതം നയിക്കുന്ന ഒരാളാണ് ഈ കുരു പൊട്ടി പോകുന്നതിന് പകരം അത് മലത്തിലൂടെ കംപ്ലീറ്റ് ആയിട്ടും പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. ഈ 18 ദിവസം ഭക്ഷണം കഴിക്കാതിരിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് മലം വരിക എന്നൊക്കെ നമുക്ക് വേണേൽ ആലോചിക്കാം. അപ്പൊ മലം അവിടെ നിന്നല്ല വരിക, ഈ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ വേസ്റ്റ് മാത്രമല്ല മലം എന്നുള്ളത് മനസ്സിലാകാനുള്ള ഒരു അവസരം കൂടിയാണ്. അപ്പൊ ഈ രീതിയിലാണ് ഇത് സംഭവിക്കുക. ഇപ്പോ നമ്മുടെ ഒരു അനുഭവം വെച്ചിട്ട് ക്യാൻസർ, ഫൈബ്രോസിസ് അല്ലെങ്കിൽ മറ്റേ എന്താ പറയുക ബോൺ മാരോയിലുള്ള പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരികയാണെങ്കിൽ അതിനെ മാറ്റാൻ ലോങ് ഫാസ്റ്റിംഗ് ആണ് ഏറ്റവും ഉപകരിക്കുക. അത് മൾട്ടിപ്പിൾ ടൈംസ് ചെയ്യേണ്ടി വരും. പക്ഷെ ഇത് ചെയ്യണമെങ്കിൽ ഇത് ചെയ്ത് എക്സ്പെർട്ടൈസ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും വിദഗ്ധന്റെ മേൽനോട്ടത്തിലേ ചെയ്യാവൂ. അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഇതിനിടയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഹീലിംഗ് ക്രൈസിസ് വന്നാൽ അത് മാനേജ് ചെയ്യാൻ അറിയുന്നവരായിരിക്കണം. അത് രണ്ടാമത് ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിന്റെ ഇടയിൽ ഹീലിംഗ് ക്രൈസിസ് ഒന്നും വേണ്ട. നമ്മുടെ ബന്ധുക്കൾ രണ്ടുപേരും വന്നത്, എന്താ എന്റെ കുഞ്ഞിങ്ങനെ ഇരിക്കുന്നത്, കുറച്ച് സാമ്പാറും കൂട്ടി ഉണ്ടേ പറ്റൂ എന്ന് പറഞ്ഞ് കുറച്ച് സാമ്പാറും കൂട്ടി വായിലിട്ടാൽ ആള് ചിലപ്പോൾ തീർന്നു പോയിന്ന് വരും. അപ്പൊ അത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ കൃത്യമായിട്ട് ഇത്തരം കാര്യങ്ങളെ കുറിച്ച് അറിയുന്ന ഒരാളുടെ മേൽനോട്ടത്തിൽ അത്തരം ഒരു എൻവയോൺമെന്റിൽ മാത്രമേ ഇത് ചെയ്യാവൂ. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്, ഇതിന്റെ ലീഗൽ ഇഷ്യൂസ് എന്ന് പറയുന്നത്. ഫാസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ ആത്മഹത്യ അല്ലെങ്കിൽ ഫാസ്റ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ചു എന്നുള്ള രീതിയിൽ കുറ്റകരമായിട്ടുള്ള കാര്യമായിട്ട് ഇത് വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. ലീഗലി എല്ലാ പരിരക്ഷയും ഉണ്ട് എങ്കിൽ പോലും അങ്ങനെ വ്യാഖ്യാനിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ലീഗലി പ്രൊഫഷണലി ക്ലിയർ ആയിട്ടുള്ള ഒരു ആളുടെ സപ്പോർട്ടോടുകൂടി മാത്രം ഇത് ചെയ്യുക.
അപ്പോൾ ലോങ് ഫാസ്റ്റിങ്ങിലേക്ക് പോകാതിരിക്കുക. ഷോർട്ട് ഫാസ്റ്റിംഗ് ഒരു 3 ദിവസം മുതൽ 5 ദിവസം വരെയുള്ള അല്ലെങ്കിൽ 7 ദിവസം വരെയുള്ള ഫാസ്റ്റിങ്ങിനൊന്നും ഇത്ര വലിയ തലവേദനയൊന്നുമില്ല, വളരെ ഫ്രീ ആയിട്ട് ചെയ്യാവുന്നതാണ്. 3 ദിവസം വരെയുള്ളത് നിങ്ങൾക്ക് നേരിട്ട് ചെയ്യാം. ഒരു 7 ദിവസം വരെയുള്ളത് ഒരു എക്സ്പെർട്ടിന്റെ സഹായത്തോടു കൂടി മാത്രം ചെയ്യുക. തുടർന്നുള്ളതാണെങ്കിൽ അവിടെ തന്നെ പോയിരുന്ന് ചെയ്യണം. നീ ഒരിക്കലും നിങ്ങളുടെ എൻവയോൺമെന്റിൽ ഇരുന്ന് ചെയ്യരുത്. അപ്പോ ഇത് നമ്മുടെ ചികിത്സാർത്ഥമുള്ള ഫാസ്റ്റിങ്ങിന്റെ സ്റ്റേജസ് ആണ്. 1 ദിവസം, 3 ദിവസം, പിന്നെ 3 മുതൽ 7 ദിവസം വരെ, പിന്നെ 7 മുതൽ 14 ദിവസം വരെ, പിന്നെ 14 മുതൽ 21 ദിവസം വരെ, ഇങ്ങനെ പല ഘട്ടങ്ങളായിട്ട് തിരിക്കാം. അപ്പൊ ഇത് നിങ്ങളുടെ ശരീരത്തിന്റെ ചികിത്സ ആവശ്യമുള്ള ചാലഞ്ച് എന്താണോ അതിനനുസരിച്ചാണ് തീരുമാനിക്കേണ്ടത്. നമ്മളൊരു നിത്യജീവിതത്തിന്റെ ഭാഗമായിട്ട് ഇത് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വീക്ക്ലി വൺസ് ഫാസ്റ്റ് ചെയ്യുക, മന്ത്ലി ഒരു 3 ഡേ ഫാസ്റ്റിംഗ് എടുക്കുക, വർഷത്തിൽ ഒരു 7 ഡേ ഫാസ്റ്റിംഗ് എടുക്കുക. അങ്ങനെയാണെങ്കിൽ ശരീരത്തിൽ ഒരുവിധപ്പെട്ട രോഗങ്ങളൊന്നും വരില്ല. അപ്പൊ ഈ ഒരു അവസ്ഥ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. നിങ്ങളുടെ ശരീരത്തിന് ഏതാണ് ഏറ്റവും മെച്ചപ്പെട്ടത് എന്നുള്ളത് നിരീക്ഷിച്ച് കണ്ടെത്തുക. ഫാസ്റ്റിങ്ങിന്റെ മറ്റ് വിശേഷങ്ങളുമായിട്ട് നാളെ വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം. തുടർന്നു കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.